എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ കറി എൻ്റെ അമ്മ സ്ഥിരമായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒഴിച്ചുകറി അല്ലെങ്കിൽ പച്ചക്കറി എന്നാണ് ഞങ്ങളുടെ സൈഡിലേക്കൊക്കെ ഇതിനെ പറയുക. അപ്പോൾ തക്കാളി മുരിങ്ങയ്ക്ക ഒക്കെ ചേർത്താണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെണ്ടയ്ക്കയും കോവയ്ക്കയും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അധികം താമസിയാതെ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കയും കോവയ്ക്കയും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചതുര കഷ്ണങ്ങളാക്കിയും വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളകും. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കറിയിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സവാളയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെണ്ടയ്ക്കയും കോവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഈ വെണ്ടയ്ക്കയും കോവയ്ക്കയും വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല, എങ്കിലും ഇത് ഒന്ന് വഴണ്ട് വരുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ രീതിയിലല്ലാതെ നമ്മൾ തക്കാളി മുരിങ്ങയ്ക്ക മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് വെള്ളത്തിൽ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വേവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 മുറി തേങ്ങ ചിരകിയതാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്, 1/2 ടീസ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉലുവാപ്പൊടിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു മീൻകറിയുടെ ടേസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉലുവാപ്പൊടി ചേർത്തത്. പിന്നെ വേണ്ടത് ചെറിയുള്ളി അല്ലെങ്കിൽ സവാള കഷ്ണങ്ങളാക്കിയതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് മുരിങ്ങയ്ക്ക ചേർക്കാവുന്നതാണ്. മുരിങ്ങയ്ക്ക ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മളിപ്പം അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. ഇനി ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടിലേക്ക് ഒഴിക്കാം. നിങ്ങളുടെ കറിയുടെ തിക്നെസ് അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കറി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് നമുക്ക് കടുക് താളിച്ചിടണം. കറി നമ്മൾ വാങ്ങി വെച്ചിട്ട് വേണം കടുക് താളിക്കാൻ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് താളിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ ഉള്ളിയാണ് എപ്പോഴും കടുക് പൊട്ടിക്കുമ്പോൾ രുചി കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു
ടേസ്റ്റ് ആയിട്ടുള്ള ഒഴിച്ച് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ കറി ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്